ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജോബി ഞാനിവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ശ്രീനാഥ് ആളെ കാണുകയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ജോബിൻ്റെ അടുത്തേക്ക് വരികയാണ് ശ്രീനാഥ്. അന്നേരം ജോബി പറയും നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാമെന്ന്. എന്നിട്ട് ജോബി പറയും നിങ്ങൾക്ക് അത്യാവശ്യം അറിയേണ്ട വിവരങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ശ്രീനാഥ് പറയാണ് കാര്യത്തിലേക്ക് നേരിട്ട് വരുന്നതല്ലേ നല്ലത്. എന്നിട്ട് ജോബി പറയും കൈയോടെ പിടിച്ചു തന്നാൽ എന്താണ് നിങ്ങളുടെ ഓഫർ? അപ്പോൾ ശ്രീനാഥ് ചോദിക്കും എത്രയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആവശ്യങ്ങൾ നിങ്ങളുടേതാണ്, അപ്പോൾ എന്ത് തരാൻ പോകുന്നു എന്ന് നിങ്ങൾ പറയാം. അപ്പോൾ ശ്രീനാഥ് പറയും ലക്ഷം. എത്ര ലക്ഷം? അത് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന സമയത്ത് കൂടെ വരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ശ്രീനാഥ് പറയും നിങ്ങളുടെ മനസ്സിൽ എത്രയാണെന്നുള്ളത് പറഞ്ഞോളൂ. അപ്പം ജോബി പറയാണ് പണം മുൻകൂറായിട്ട് തരണം. അപ്പോൾ ശ്രീനാഥ് ചോദിക്കും അതിന് ഞങ്ങൾക്ക് എന്താ ഉറപ്പ്? അപ്പോൾ ജോബി പറയാണ് ആ പെൺകുട്ടി ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്തുന്ന മാനേജറായിട്ട് വർക്ക് ചെയ്തുന്ന എസ്റ്റേറ്റിലാണ് ആ കുട്ടി ജോലി ചെയ്തത്. ശ്രീനാഥ് വീണ്ടും ചോദിക്കും പറയൂ നിങ്ങൾക്ക് എത്ര ലക്ഷമാണ് വേണ്ടത്? 25 ലക്ഷം. അത് തന്നാൽ ഞാൻ നിങ്ങൾ പറയുന്ന എവിടെ വേണമെങ്കിലും ഞാൻ വരാൻ തയ്യാറാണ്. അതിൽ ശ്രീനാഥ് ഒന്ന് നെറ്റാണ്. എന്നിട്ട് ശ്രീനാഥ് ചോദിക്കുകയാണ് 25 ലക്ഷമോ? അന്നേരം ജോബി പറയാണ് അവളോടുള്ള പക കാരണം ഒന്നും ഇല്ലാതെ പിടിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. പിന്നെയാണ് നിങ്ങൾക്കുള്ള ലാഭം ഞാൻ അറിയുന്നത്. എനിക്ക് ഒറ്റയ്ക്കല്ല സാറേ, ഇതിന് സാബു സാറിന് പോലും വിഹിതം വയ്ക്കണം. അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചന്ദ്രശേഖരനും അവിടേക്ക് വരികയാണ്. എന്നിട്ട് ശ്രീനാഥിന് ഫോൺ ചെയ്യാണ്. അപ്പോൾ ശ്രീനാഥ് ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ജോബിയുടെ അടുത്ത് നിന്ന് പോവാണ്. അങ്ങനെ ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് വരുമ്പം ചന്ദ്രശേഖരൻ പറയും നീ അറിഞ്ഞോ അവൻ നമ്മുടെ തട്ടകത്തിൽ വന്ന് കളിച്ചിട്ട് പോയി. അപ്പോൾ ശ്രീനാഥ് ചോദിക്കുകയാണ് ആര്? വിക്രോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ് ശ്രീനിവാസിൻ്റെ രാഷ്ട്രീയ ഗുരു അല്ലേ പിള്ളസാറ്? അയാളുടെ പെങ്ങളുടെ മകളുടെ കല്യാണം വിക്രം ഉടക്കിയ സമയത്താണല്ലോ നിന്റെ പെങ്ങളുടെ കഴുത്തിൽ അവൻ താലി കെട്ടിയത്. ആ പെൺകുട്ടിയെ അവൻ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയത്രേ. എന്നിട്ട് വീണ്ടും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനാണ് അവൻ്റെ ഉദ്ദേശം. അപ്പനീ കാര്യങ്ങൾ പിള്ളസാറ് നോക്കിക്കോട്ടെ എന്നാണോ കോപ്പ്? ആ ശ്രീനിവാസൻ കയറി പിള്ളസാറിന് ചെക്ക് വെച്ചു. ആ പെണ്ണ് പോയെങ്കിൽ പോട്ടെ എന്ന നിലപാടാണിപ്പോൾ പിള്ളസാറിന്. അപ്പോൾ ശ്രീനാഥ് പറയാണ് പേടിക്കണ്ട, അവനെ എവിടെ ഉണ്ടെന്ന് അറിയാവുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. ആണോ? അതറിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്രശേഖരൻ. ഒളിച്ചോടിയ അവനും അവളും ചെന്നുപെട്ടത് ഒരു ടീ എസ്റ്റേറ്റിലാണ്. അവിടുത്തെ മാനേജർ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അവൻ ചോദിക്കുന്നത് ഇത്തിരി കൂടുതലാണ്, 25 ലക്ഷം രൂപ. എന്തോന്ന്? അതും മുൻകൂറായി വേണം. അവൻ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയും നീ അവനെയും കൊണ്ട് ബാറിലേക്ക് വാ, ബാക്കി ഞാൻ അവിടെ നിന്ന് നോക്കിക്കോളാം. ശരി അച്ഛാന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ശ്രീകാന്ത് വീണ്ടും ജോബിയുടെ അടുത്തിട്ട് വന്നിട്ട് പറയും ചിരിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് തമ്പ് കാണിച്ചിട്ട് പറയും കമോൺ എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് വിക്രമൊക്കെ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് ശ്രീലക്ഷ്മിയെ കൊണ്ട് വരുന്നതാണ് കേട്ടോ. അങ്ങനെ ശ്രീലക്ഷ്മി നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. വേദ അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടക്കുകയാണ് കേട്ടോ. വിക്രം പിന്നെ അനിയൻകുട്ടനെ ജീപ്പിൽ നിന്ന് ഇറക്കുകയാണ്. അവരുടെ കൂടെ വേദ മാത്രമല്ല കേട്ടോ, വേദയും അനിയൻകുട്ടനും മാത്രമല്ല ഒരുപാട് പേരുണ്ട്. തോട്ടത്തിലെ തൊഴിലാളികളൊക്കെ ഉണ്ട്. വിക്രം പിന്നെ വർഗീസേട്ടനോട് ചോദിക്കും അച്ഛൻ വന്നില്ലേന്ന്. അപ്പോൾ വർഗീസേട്ടൻ പറയാണ് ഡോക്ടർ വന്നതുകൊണ്ട് അച്ഛൻ കുറച്ച് തിരക്കിലായിപ്പോയി എന്ന്. ശ്രീലക്ഷ്മി ആണെങ്കിലോ സന്തോഷിനെ കാണാനുള്ള ആകാംക്ഷയിൽ ചുറ്റും നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് സന്തോഷേട്ടൻ എവിടെയെന്ന്. അന്നേരം സന്തോഷ് അമ്പലത്തിൻ്റെ പടികൾക്ക് ഏറ്റവും മുകളിൽ നിന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. അന്നേരം ശ്രീലക്ഷ്മി ആകെ അമ്പരപ്പോടെയും സന്തോഷത്തോടെയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് വേദ ശ്രീലക്ഷ്മിയോട് പറയും ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോണമെന്ന് പറഞ്ഞ സമ്മാനം. സന്തോഷും ശ്രീലക്ഷ്മിയും ഒരുപാട് കാലത്തിന് ശേഷം ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷം രണ്ടുപേരുടെ മുഖത്തും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കാണുന്നത്. ശ്രീലക്ഷ്മി ആ സന്തോഷത്തിൽ പെട്ടെന്ന് തന്നെ ഓടി വരികയാണ് കേട്ടോ സന്തോഷിൻ്റെ അടുത്തേക്ക്. സന്തോഷമാണെങ്കിലും അവൾ വരുന്നത് കണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. വേദയ്ക്കും വിക്രമിനും കൂടെ കണ്ട് നിൽക്കുന്ന എല്ലാവർക്കും അത് കണ്ടിട്ട് സന്തോഷമാവുന്നുണ്ട്. ശ്രീലക്ഷ്മി ആണെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം കണ്ട സന്തോഷത്തിൽ അവൾ കരയുന്നുണ്ട്. പിന്നെ സന്തോഷിനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കാഴ്ച കണ്ടിട്ട് ചുറ്റിലും കൂടി നിന്നവർക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. അന്നേരം അമ്പലത്തിൽ തിരുമേനി പറയും ചെറുക്കനും പെണ്ണും വരണമെന്ന്. അപ്പോൾ താഴെ നിന്ന് വേദയും കൂട്ടരും മുകളിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് വർഗീസേട്ടൻ പറയും ദേ മതി, ഇനി കെട്ട് കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാം. ആ നേരത്ത് അവിടേക്ക് ഒരു ജീപ്പ് വരാണ് കേട്ടോ. അന്നേരം സന്തോഷ് പറയും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ വിളിച്ച ഒരേ ഒരാളാണ്. എന്നിട്ട് സന്തോഷ് പറയും എൻ്റെ കൂട്ടുകാരനാ. പിന്നെ കാണിക്കുന്നത് സേതു ജീപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന സീനാണ് കേട്ടോ.
എന്നിട്ട് ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സന്തോഷെന്ന് വിളിക്കുകയാണ്. അപ്പം സേതുവിനെ കണ്ടിട്ട് വിക്രം പറയും ആളെ എനിക്കറിയാം. എന്നിട്ട് സേതു വേഗം വന്നിട്ട് വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, വിക്രം നീ ഇവിടെ ഉണ്ടായിരുന്നോ? അന്നേരം സന്തോഷ് പറയും, ഇവനാണ് എൻ്റെ കല്യാണം നടത്തി തരുന്നത്. വേദ സേതുവിൻ്റെ അടുത്ത് ചോദിക്കും, വൈഫിനെ കൊണ്ടുവന്നില്ലേ? ഇല്ല, ഞാൻ വേറൊരു കാര്യമായിട്ട് വന്നതായിരുന്നു, അപ്പോഴാണ് ഇവൻ്റെ വിളി വന്നതെന്ന് സേതു പറയണേ. ഇവർ സംസാരിച്ചിരിക്കുമ്പോൾ തിരുമേനി പറയും, മുഹൂർത്തം തെറ്റിക്കണ്ട, വന്ന് താലി കെട്ടിക്കോളൂ എന്ന്. പിന്നെ സന്തോഷ് ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ വളരെ സന്തോഷത്തോടു കൂടി താലി ചാർത്തുകയാണ്. സന്തോഷ് ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന സമയത്ത് നമ്മുടെ അനിയൻകുട്ടന് വിക്രം അന്ന് വേദയുടെ കഴുത്തിൽ ബലമായിട്ട് താലി കെട്ടിയതൊക്കെ അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ താലി ചാർത്തിയതിന് ശേഷം പിന്നെ അവർ പരസ്പരം മാല ഇടുന്ന സമയത്ത് നമ്മുടെ അനിയൻകുട്ടന് ഓർമ്മ തിരിച്ചു കിട്ടുകയാണ്. അങ്ങനെ അനിയൻകുട്ടൻ നല്ല സന്തോഷത്തിൽ കൈയടിച്ചിട്ട് അവൻ ഉറക്കെ വിളിച്ച് പറയും, വിക്രം നീ കലക്കിയിടാ, നീ കലക്കിയെന്ന്. അത് കണ്ടപ്പോൾ വിക്രമിനും വേദയ്ക്കും ഒരുപാട് സന്തോഷമാണ്, അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടിയല്ലോ എന്ന് വിചാരിച്ച്. പെട്ടെന്ന് അതിൻ്റെ ഇടയിലാണ് അനിയൻകുട്ടന് ബോധം പോകുന്നത്. അപ്പോൾ വേദയും വിക്രമും ഒക്കെ വന്നിട്ട് അനിയൻകുട്ട എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് വിക്രം വർഗീസേട്ടൻ്റെ അടുത്ത് പറയും, അച്ചായ ഇവൻ സംസാരിച്ചു എന്ന് പറയുകയാണേ. അന്നേരം വർഗീസ് പറയും, മേടയിൽ പണിക്കർ ഡോക്ടർ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ അനിയൻകുട്ടനെ അവിടേക്ക് കൊണ്ടുപോവാണ്. സേതു വേഗം പിടിക്കടാന്ന് പറഞ്ഞിട്ട് വിക്രവും സേതുവും കൂടെ അവനെ പിടിച്ച് താഴേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ കാണിക്കുന്നത് അമ്പലത്തിൻ്റെ പടവുകളൊക്കെ അവർ പെട്ടെന്ന് ഇറങ്ങി വരികയാണ് അനിയൻകുട്ടനെയും കൊണ്ട്. എന്നിട്ട് ജീപ്പിലേക്ക് കയറ്റുകയാണ് വേഗം. അങ്ങനെ അവർ അനിയൻകുട്ടനെയും കൊണ്ട് നേരെ വന്നത് പള്ളിയിലേക്കാണ് കേട്ടോ. എന്നിട്ട് വേഗം ബെല്ലടിക്കുകയാണ് വർഗീസേട്ടൻ. അങ്ങനെ അച്ഛൻ വന്ന് വാതിൽ തുറക്കുമ്പം വർഗീസ് പറയും, ഡോക്ടർ അതേതായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവരെ അകത്തേക്ക് കൂട്ടി കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ അനിയൻകുട്ടനെ പരിശോധിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കും എന്താ ഉണ്ടായതെന്ന്. അന്നേരം വിക്രം പറയും, ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനിടയിൽ അവൻ പെട്ടെന്ന് എൻ്റെ പേര് വിളിച്ചു. ഞാൻ നോക്കിയപ്പം പഴയ അനിയൻകുട്ടനെ പോലെ ചിരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കലക്കിയടാ, ഇതാണ് ശരിയെന്ന് പറഞ്ഞു. ആ എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ ഓടിയെത്തിയപ്പോഴേക്കും ആളങ്ങ് കുഴഞ്ഞു വീണു. അന്നേരം ഡോക്ടർ പറയും, കേട്ടിടത്തോളം അനിയൻകുട്ടന് ബോധം തിരിച്ചു വന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് നടന്ന കല്യാണ ദൃശ്യവും എല്ലാം കൂടെ ചേർന്ന് മറ്റൊരു കല്യാണ ദൃശ്യം അയാളുടെ മനസ്സിൽ ശക്തമായിട്ടുണ്ടാവാം. അതായിരിക്കാം ഇങ്ങനെയൊരു ബോധം തെളിഞ്ഞു വരാൻ കാരണം. വിക്രം ഡോക്ടറെ അടുത്ത് ചോദിക്കും, അനിയൻകുട്ടന് വീണ്ടും ബോധം പോവാൻ എന്താ കാരണം എന്ന് ചോദിക്കും. അന്നേരം ഡോക്ടർ മെമ്മറി തിരിച്ചു കിട്ടാനുണ്ടാവുന്ന കാരണങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ് വിക്രം. പിന്നെ ഡോക്ടർ പറയും, പെട്ടെന്ന് വരുന്നൊരു ഷോക്കിൽ കുറച്ചു നേരം പരിസരബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണിത്. അന്നേരം അച്ഛൻ ചോദിക്കുകയാണ്, അപ്പോൾ ഇനി ഉണരുന്നത് പഴയ അനിയൻകുട്ടനായിരിക്കും അല്ലേ ഡോക്ടർ? അപ്പോൾ ഡോക്ടർ പറയണേ, എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തൽക്കാലം അയാൾ സ്വാഭാവികമായി ഉണരുന്ന ഒരു സമയം നമുക്ക് കൊടുക്കാം. നിങ്ങളെല്ലാവരും കുറച്ച് സമയം ഒന്ന് മാറി നിൽക്കൂ. എന്നിട്ട് ഡോക്ടർ വീണ്ടും അനിയൻകുട്ടനെ ഇങ്ങനെ പരിശോധിക്കാനാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വേദയൊക്കെ ഇങ്ങനെ പള്ളിമുറ്റത്ത് പുറത്തിങ്ങനെ നിൽക്കുകയാണ്. അന്നേരം സേതു അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പൊ അനിയൻകുട്ടനാണല്ലേ നിങ്ങളുടെ ഏക പ്രതീക്ഷ? അപ്പൊ വിക്രം പറയും, അതെ സേതു, പക്ഷെ കോടതിയിൽ അത് പോരല്ലോ. പുളിക്കൻ കൊല്ലപ്പെട്ടതിന് ഏക ദൃക്സാക്ഷി അനിയൻകുട്ടനാ. അവനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവന്റെ ജീവന് ഭീഷണിയാവുമെന്ന് പേടിച്ചിട്ടാണ് ഞങ്ങൾ അവനെയും കൊണ്ട് ഇവിടേക്ക് വന്നത് എന്ന് വേദ പറയാണ്. പിന്നെ സേതു ചോദിക്കും, നിങ്ങൾ ഇവിടെ താമസിക്കുന്ന കാര്യം മറ്റാർക്കെങ്കിലും അറിയോ? ഇതുവരെ ഇല്ല, പക്ഷെ ഇവിടെ തോട്ടത്തിന്റെ മുൻ മാനേജർ ഉണ്ട്, പക്ഷെ അയാൾ എന്തെങ്കിലും പണി ഒപ്പിക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. പിന്നെ സേതു പറയും, കാര്യങ്ങളൊക്കെ സന്തോഷന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിക്രം ശ്രീലക്ഷ്മിയും കൊണ്ട് പോകുന്ന കാര്യം ഇപ്പൊ നാട്ടിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ഇനി ഇവിടെ അധികം നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. അന്നേരം വേദയും പറയും, പുളിക്കൻ്റെയും അനിയൻകുട്ടൻ്റെയും പിന്നിലുള്ള ആളുകളെ ജോബിയായിട്ട് കണക്ട് ചെയ്ത് ഇവിടേക്ക് എത്തുമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ട്. ആ സമയത്ത് അവിടേക്ക് വർഗീസായിട്ട് ഓടി വരികയാണ്. വിക്രം, ഡോക്ടർ വിളിക്കുന്നു, വന്നേ വേഗം വാ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറയും, ഉണർന്നിട്ട് കുറേ നേരമായി, ഞാനൊന്ന് ശാന്തമായിട്ട് വിളിക്കാന്ന് വിചാരിച്ചതാണ്, വിക്രത്തെയും വേദയും കാണണമെന്ന് പറയുന്നു. അന്നേരം അച്ഛൻ പറയും, അവന്റെ പേടി മുഴുവനും പോയിട്ടില്ല, ചിലപ്പോൾ എല്ലാവരെയും കണ്ടാൽ അവന് പറയാനുള്ളത് പറയണമെന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ചെല്ല്. അങ്ങനെ വേദയും വിക്രവും അനിയൻകുട്ടനെ കാണാൻ വേണ്ടി പോകുമ്പം സേതുക്കെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.